ബാഹുലയൻ്റെ അവസാനത്തെ കടന്നുവരവിനായി വള്ളിക്കണ്ണുമായിട്ട് കാത്തിരിക്കുകയാണ് ഈ നാടൊന്നാകെ. ഞാൻ നിൽക്കുന്നത് ബാഹുലയൻ്റെ വീടിന് മുൻപിലാണ്. എനിക്ക് മുൻപിലുള്ള ആൾക്കൂട്ടം അത് തന്നെ വിളിച്ചു പറയുകയാണ് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു ബാഹുലയൻ ഈ നാടിനെന്ന്. ഇന്നലെ ബാഹുലയൻ്റെ മരണം അറിഞ്ഞത് മുതൽ ഇവിടേക്ക് ആളുകളുടെ ഒഴുക്കാണ്. ഇന്ന് ഉച്ചയോടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കുന്ന സമയമായപ്പോഴേക്കും ഒരു വലിയ ജനസഞ്ചയം തന്നെ വീടിനടുത്തും വീട്ടിലേക്കുള്ള വഴിയിലുമെല്ലാം കാത്തു നിൽക്കുന്ന ഒരു ഹൃദയഭേദകമായ കാഴ്ചയാണ് കാണാനുള്ളത്. എല്ലാവരും എത്രമാത്രം ഈ ഒരു നാടിന് പ്രിയപ്പെട്ടവനായിരുന്നു ബാഹുലയനെന്ന് ഈ ഒരു കാഴ്ചകൾ തന്നെ, ഈ ഒരു ആൾക്കൂട്ടം തന്നെ വിളിച്ചു പറയുകയാണ്. ബാഹുലയൻ കുട്ടിക്കാലം മുതൽ ഈ നാട്ടിൽ സജീവമായിരുന്നു. ക്ലബ്ബ് പ്രവർത്തനമാവട്ടെ, അതിനുശേഷം വിദ്യാർത്ഥി രാഷ്ട്രീയമാവട്ടെ, അതിനുശേഷം യുവജന പ്രസ്ഥാനത്തിലാവട്ടെ, ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾക്കൊപ്പം നിന്ന ഒരു വ്യക്തിയാണ്, ജനങ്ങളുടെ കൂടെ നിന്ന വ്യക്തിയാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഏത് പ്രതിസന്ധിയിലും ഏത് ഘട്ടത്തിലും കൂടെ നിന്നിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ പ്രളയമാകട്ടെ, അതിനുശേഷമുണ്ടായ ദുരന്തങ്ങളാവട്ടെ, ഏത് ഘട്ടത്തിലും നാട്ടുകാർക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു ബാഹുലയൻ. അതുകൊണ്ട് തന്നെ വലിയ ഒരു ബന്ധം ബാഹുലയനുമായി ഈ നാട്ടുകാർക്കെല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ആൾക്കൂട്ടം. മാത്രമല്ല, ബാഹുലയൻ്റെ പിതാവ് വേലായുധനാകട്ടെ ഈ നാട്ടിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതിലുപരിയായിട്ട് സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു വലിയ പൊതുപ്രവർത്തകനായിരുന്നു, എളിമയുള്ള പൊതുപ്രവർത്തകൻ. ആ പിതാവിൻ്റെ ആ എളിമയും വിനയവും സഹജീവി സ്നേഹവും എല്ലാം കൈമുതലാക്കി തന്നെയാണ് ബാഹുലയനും ഈ ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബത്തോടുള്ള ഈ ഒരു നാടിൻ്റെ സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെയാണ് ഇവിടെ നമുക്ക് ജനങ്ങളുടെ മുഖത്തു നിന്നും കണ്ടു വായിക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ, പ്രായഭേദമന്യേ ആളുകൾ വലിയ തോതിൽ തന്നെ ബാഹുലയനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ പ്രദേശത്തിനടുത്തുള്ള കൊപ്പം എന്ന സ്ഥലത്ത് ബാഹുലയനുമായിട്ടുള്ള മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിയിട്ടുണ്ട്. 15 മിനിറ്റിനുള്ളിൽ മൃതദേഹം ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ ബാഹുലയൻ അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ PK കുഞ്ഞാലിക്കുട്ടി, ടി മുഹമ്മദ് ബഷീർ, അതുപോലെ പാലക്കാട് MP ശ്രീകണ്ഠൻ, പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം തുടങ്ങിയ ജനപ്രതിനിധികളും കളക്ടർ VR വിനോദ് തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. ആദ്യം മൃതദേഹം വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ മാതാപിതാക്കളും ഒക്കെ അവർക്ക് അവസാനമായി ബാഹുലയനെ കാണുവാനുള്ള അവസരം വീടിനുള്ളിൽ ഒരുക്കും. അതിനുശേഷം മതപരമായ ചടങ്ങുകൾ, അതിനുശേഷമാണ് പൊതുദർശനത്തിനായിട്ട് മൃതദേഹം അതിനുവേണ്ടി സജ്ജമാക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുവരിക. 1 മണിക്കൂറോളം സമയം മാത്രമേ ഇവിടെ ഉണ്ടാകൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ ഒരു സംഭവം മരണം നടന്ന് ഇതാണ് 48 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് സമയം ഒരുപക്ഷെ ഈ ഒരു മൃതദേഹം ഇങ്ങനെ സൂക്ഷിക്കുവാനോ ഒന്നും കഴിഞ്ഞേക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ പൊതുദർശനം എത്ര സമയം നീളും എന്ന് പറയാനാകില്ല. ഇപ്പോൾ പെരിന്തൽമണ്ണ MLA ശ്രീ നജീബ് കാന്തപുരം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയുന്നതല്ലല്ലോ അല്ലേ? വല്ലാത്തൊരു ദുരന്തമാണ്. നമ്മൾ കേരളം ആകെ വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ പുലാമന്തോളിൽ ബാഹുലയനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രവാസി മാത്രമല്ല, ഒരു ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചൊരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പും അദ്ദേഹത്തിൻ്റെ അച്ഛനും അതെ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ട് ഓരോ വീട്ടുകാരെയും സഹായിക്കുന്ന അങ്ങനെ ഒരു വലിയൊരു പാരമ്പര്യമുള്ളൊരു പൊതുപ്രവർത്തകനെ കൂടിയാണ് നഷ്ടമായത്. അപ്പം അതുകൊണ്ടാണ് വല്ലാത്തൊരു ദുഃഖത്തിലും വേദനയിലും നാട് മുഴുവനും ഒഴുകിയെത്തിയൊരു വല്ലാത്ത സങ്കടമുണ്ട്. പിന്നെ നമുക്കത് നേരിടുകയല്ലാതെ വഴിയില്ല. അവരുടെ കുടുംബവും വല്ലാത്തൊരു അനാഥത്വത്തിലാണ്. പ്രത്യേകിച്ചും ബാഹുലയൻ്റെ ഒരു വരുമാനത്തിൽ ജീവിക്കുന്ന കുടുംബമായിരുന്നു. അപ്പോൾ ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ മറ്റുള്ള സഹായങ്ങളുമെല്ലാം പരമാവധി അവർക്ക് ലഭ്യമാക്കുന്ന കാര്യത്തിലും കൂടി നമുക്ക് ഒരുമിച്ച് ഇനിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കുടുംബത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കേണ്ടതുണ്ട്. ഏതായാലും ഒരു മഹാദുരന്തത്തിന് മുമ്പിൽ കേരളം നിൽക്കുമ്പോൾ പെരിന്തൽമണ്ണയിൽ കൂടി അതിൻ്റെ ഒരു സങ്കടത്തിൻ്റെ ഒരു അലയൊലി ഉണ്ട് എന്നുള്ളത് വല്ലാത്തൊരു പ്രയാസത്തിൽ തന്നെയാണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ പോലീസ് വാഹനം വരുന്നുണ്ട്.
ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ബാഹുലേൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ഇവിടെ എത്തും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ നമ്മൾ ബാഹുലേൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും പങ്കുവയ്ക്കാനുള്ള ഓർമ്മകൾ പലതായിരുന്നു. പലർക്കും പിതാവ് വേലായുധനോടുള്ള ആത്മബന്ധം, അദ്ദേഹം ഈ ഒരു ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കുമെന്ന ദുഃഖമാണ് പലരും പങ്കുവച്ചത്. എളിമയാർന്ന ഒരു പൊതുപ്രവർത്തകൻ, അച്ഛൻ്റെ പാരമ്പര്യം പിൻപറ്റി അതേ പാതയിലൂടെ നടന്ന മകൻ. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ ബാധ്യത, അല്ലെങ്കിൽ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ പ്രവാസം സ്വീകരിക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന് കണ്ട് അദ്ദേഹം പ്രവാസ ലോകത്തേക്ക് ചേക്കേറുകയായിരുന്നു 5 വർഷങ്ങൾക്ക് മുൻപ്. അതിനിടെ ഇടയ്ക്ക് നാട്ടിൽ വരുന്നു. വീട് പണി തന്നെ ഘട്ടം ഘട്ടമായാണ് പൂർത്തിയാക്കിയത്. ആ വീട് പണിയുടെ പൂർത്തീകരണം ഏറ്റവും അവസാന ഘട്ടം കഴിഞ്ഞ മാർച്ചിലായിരുന്നു നടന്നത്. അന്ന് പോയതാണ് ബാഹുലേയൻ. ഇന്നിപ്പോൾ ബാഹുലേയൻ എത്തുന്നത് ചേതനയില്ലാതാണ്. തൻ്റെ പ്രിയപ്പെട്ട വീട്ടിൽ താമസിച്ചു പോലും കൊതി തീരാതെ ബാഹുലേയൻ ഓർമ്മയായാണ് ഇവിടെ തിരിച്ചെത്തുന്നത്. ബാഹുലേയൻ്റെ ചേതനയേറ്റ ശരീരമാണ് ഇവിടെ തിരിച്ചെത്തുന്നത്. ഇനിയൊരു മടക്കം ഇല്ല, ഇനിയൊരു തിരിച്ചുപോക്കുമില്ല. ആ ഒരു യാത്ര അത് എല്ലാവരിലും ഒരേപോലെ വേദനയുണ്ടാക്കുന്നതാണ്, ഹൃദയഭേദകമാണ്. നമുക്കെല്ലാം തന്നെ ഈ കാത്തു നിൽക്കുന്ന ആളുകളുടെ എല്ലാ മുഖത്തുനിന്നും വായിക്കാൻ കഴിയുന്നത് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു ആ വിട പറഞ്ഞ ബാഹുലേയൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയ്ക്കായി, അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണുവാൻ, അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഈ നാടൊന്നാകെ ഇവിടെ കാത്തിരിക്കുകയാണ്.